ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങളെ എന്ത് തരത്തിലും ചൂഷണം ചെയ്യാം. ഞങ്ങൾ അകത്താണേലും ഞങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പുറത്താണേലും ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു മാനേജ്മെൻറ്റിനെതിരെയുള്ളതോ ഒരു ഹോസ്പിറ്റലോ മാത്രമുള്ള സമരമല്ല, സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന സമരമാണ്. മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. ഭയങ്കരമായിട്ടുള്ളൊരു നമ്മളോട് ഒരു ദേഷ്യം കാണിക്കുന്ന പോലെയാണ്. അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നേഴ്സുമാർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യുഎൻഒയുടെ ലക്ഷ്യം. ഞങ്ങൾ ഈ വെയിലത്ത് 4 ദിവസം ഇവിടെ പുറത്തിരുന്നിട്ടും ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല. പ്രതികരിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കിയാൽ പിന്നെ പഴയ കാലത്തേക്ക് നേഴ്സുമാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ തിരിച്ചുകൊണ്ടാകാൻ പറ്റും. ഈ സർക്കാരൊക്കെ എന്തിനാ ഇവിടെ, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നമസ്കാരം. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സുമാരുടെ സമരം 4ാം ദിവസം പിന്നിടുകയാണ്. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന് മുൻപിലാണ്. ഇതുവരെയായിട്ടും മാനേജ്മെൻറ്റ് ഈ സമരം നടത്തുന്നവരുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഇത് രാവിലെ മുതൽ വനിതകളാണ് ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റലിന് മുൻപിൽ ഈ പെരുവഴിയിൽ സമരത്തിനായി ഇരിക്കുന്നത്. ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും മാനേജ്മെൻറ്റ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. യുഎൻഒയുടെ ഭാരവാഹികൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. യുഎൻഒയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ സമരം ശക്തമായിരിക്കുകയാണ്, 4ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? ഇതുവരെ ഒരു പോസിറ്റീവായ പ്രതികരണം മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു മാനേജ്മെൻറ്റിനെതിരെയുള്ളതോ ഒരു ഹോസ്പിറ്റലോ മാത്രമുള്ള സമരമല്ല, സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന സമരമാണ്. അതുകൊണ്ട് നാളെ മുതൽ സംസ്ഥാന കമ്മിറ്റി വ്യക്തമായിട്ട് സമര പരിപാടികളുടെ സമരത്തിനൊക്കെ മാറ്റം വരുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശക്തമായ സമരമായിട്ട് വരുന്നതിന് മുന്നോട്ട് പോകും. കാരണം അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നേഴ്സുമാർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യുഎൻഒയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സമരങ്ങളാണിത്. അപ്പോൾ അതിലൊരു ചർച്ചയ്ക്കോ സമവായത്തിനോ പോലും തയ്യാറല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പുറകിൽ അവർക്ക് വേറെ എന്തോ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾക്ക് വേണ്ടിയായിരിക്കാം അവർ വെയിറ്റ് ചെയ്യുക. എന്ത് തന്നെയാണ്, ചിലപ്പോൾ സംഘടന പൊളിക്കുക, സംഘടന ഇല്ലാതാക്കുകയൊക്കെ ആയിരിക്കും അവരുടെ ലക്ഷ്യം. പ്രതികരിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കിയാൽ പിന്നെ പഴയ കാലത്തേക്ക് നേഴ്സുമാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ തിരിച്ചുകൊണ്ടാകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ലക്ഷ്യം. എന്ത് തന്നെയായാലും നമ്മളെ സംബന്ധിച്ച് ശക്തമായ നിലപാടുണ്ട്. ഇപ്പോൾ KPHA അല്ലെങ്കിൽ KPHA ചായയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചായയുടേതായിട്ടുള്ള ഏകദേശം 5 ഹോസ്പിറ്റലുകളിൽ ശക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവരതിലൊരു പ്രോഗ്രസീവായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഇവരെക്കാളും ചെറിയ ഹോസ്പിറ്റലുകൾ, ഇത് 300 ബെഡ് മുകളിലുള്ള ഹോസ്പിറ്റലാണ്. 600 ബെഡ് മുകളിലുള്ള ഹോസ്പിറ്റലാണ്. ഇതിന് താഴെ 300 ബെഡിന് താഴെയുള്ള ഹോസ്പിറ്റലുകൾ പോലും നല്ല രീതിയിലുള്ള സെറ്റിൽമെൻറ്റോട് വരാൻ തയ്യാറായി. അതായത് അടിസ്ഥാനപരമായി എൻട്രി ലെവലിൽ ഇപ്പോൾ ഒരു നേഴ്സ് 34,000 രൂപ 33,000 രൂപ വരെ കൊടുക്കുന്ന ലെവലിലേക്ക് അവർ വരാൻ തയ്യാറായപ്പോൾ ഇവിടെ ഇപ്പോഴും 22,000 23,000 നിൽക്കുവാണ്. ഇവരാരും മാറ്റത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവരെപ്പോഴും നേഴ്സുമാരെ അല്ലെങ്കിൽ പറയുന്ന അവർക്കെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാനും അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും തയ്യാറാകാതെ വേറേതോ രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് സമരം ചെയ്ത് തോൽപ്പിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശമ്പള പരിഷ്കരണം 2018 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് കേരളത്തിൽ. അപ്പം ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് 2013 60% എന്ന രീതിയിലാണ് ശമ്പള പരിഷ്കരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തെരുവിൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഈ കേരളം മുഴുവൻ സ്വകാര്യ മേഖലയിൽ മുഴുവൻ ആളുകളും തെരുവിലാണ് ഇപ്പം ഈ ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട്. ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു ശമ്പള പരിഷ്കരണം വരുന്നത് എന്ന് പറയുന്ന ഒരു 5 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, ഇവരുടെ കാര്യമാണെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 5-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ 10 വർഷം ഞങ്ങൾ സർവൈവ് ചെയ്യേണ്ടത് ഈ ചുരുങ്ങിയ ഈ പൈസ കൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് വീണ്ടും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പം അതിനൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഇവരായിട്ടുള്ള ചർച്ച ചെയ്ത് നമുക്കെല്ലാവർക്കും അപ്രൂവൽ ആയിട്ടുള്ള ഒരു മാന്യമായ ഒരു ഡീൽ നടത്തി പിള്ളേരെ എല്ലാം തിരിച്ചു കയറ്റുക എന്നുള്ളൊരു ഡീലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് എന്തോ മാനേജ്മെൻറ്റ് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നാണ്. ഭയങ്കരമായിട്ടുള്ളൊരു നമ്മളോട് ഒരു ദേഷ്യം കാണിക്കുന്ന പോലെയാണ്. ഇത്രയും ആളുകൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നുണ്ട്, അവരോടെല്ലാം ഒരു ദേഷ്യം കാണിക്കുന്ന പോലെയാണ് ഇവർ പെരുമാറുന്നത്. കാരണം ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംഘടിതരാണ് അവർ. നിങ്ങളുടെ സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്.
100% അവർ ഈ KPHA ചായ് പോലുള്ള സംഘടനകൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവർ സംഘടിതമായിട്ട് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സംഘടിത ശ്രമം തന്നെയാണ് നടക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും അങ്ങനെ സർവൈവ് ചെയ്യില്ല. ഇതിനു മുമ്പ് ഇവിടെ സമരമുറകൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളായിട്ടുള്ള സമവായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരിത്താസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 4ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഈ വെയിലത്ത് 4 ദിവസം ഇവിടെ പുറത്തിരുന്നിട്ടും ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല. ഞങ്ങൾ 1,800 പെണ്ണുങ്ങൾ, 10,000-ഓളം പെണ്ണുങ്ങൾ ഇവിടെ സമരം ചെയ്തിട്ട് ഇവർക്ക് നമ്മളെ ആർക്കും മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. ഈ പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ആർക്കും ആകാമല്ലോ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 500 ആണുങ്ങളാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻസ് എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ 500 ആണുങ്ങളെ എങ്ങനെ നിർത്തി ഇരുത്തുമോ ഇവർ? ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങളെ എന്ത് തരത്തിലും ചൂഷണം ചെയ്യാം. ഞങ്ങൾ അകത്താണേലും ഞങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പുറത്താണേലും ചൂഷണം ചെയ്യുന്നുണ്ട്. UNA എന്ന സംഘടന വന്നിട്ട് ഞങ്ങളെ എന്തെങ്കിലും നമ്മളെ അടിമകളായിട്ടാണ് ഇവർ വാർത്തെടുത്തേക്കുന്നത്. നഴ്സുമാരെ അടിമകളാക്കിയാണ്. ഞാൻ പഠിച്ച സമയത്ത് തൊട്ട് അടിമകളാണ് നിങ്ങളെന്നുള്ള രീതിയിലാണ് ഈ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മളൊരു സംഘടനാപരമായിട്ട് നിന്നതും നമ്മുടെ ശമ്പളത്തിൽ ഇത്ര അഭിവൃദ്ധി ഉണ്ടായതും. ഞാനൊക്കെ സ്റ്റാർട്ടിങ് ശമ്പളം എന്ന് പറയുന്നത് 1,500 രൂപയാണ്. അതിൽ 950 മെസ് ഫീ, അതായത് ഒരു മാസത്തെ ഫുഡിനുള്ള പൈസ പോലും കയ്യിൽ എനിക്ക് കിട്ടത്തില്ല. അത്രയും ദയനീയാവസ്ഥയിൽ നിന്ന് ഇത്രയും ഒരു ലെവലിൽ എത്തിച്ചു തന്നത്, എൻ്റെ ശമ്പളം ഇപ്പോൾ എനിക്ക് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം UNA എന്ന സംഘടനയാണ്. ആ സംഘടനയ്ക്കൊപ്പം നിന്നാൽ ഞങ്ങൾക്ക് ഇനിയും വളർച്ച ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ആ സംഘടനയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നത്. ഞങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കാൻ പറ്റുമോ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ ചൂഷണം ചെയ്യുവാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ തെരുവിൽ ഈ മഴയത്തും വെയിലത്തും ഇരുന്നിട്ടും ആരും ഞങ്ങളെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാനേജ്മെൻറ്റ് എന്തായാലും തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കുന്നവരെ കൂടെ അവർ എങ്ങനെയെങ്കിലും നിരുത്സാഹപ്പെടുത്തി വിടുവാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്ത ഒരു സ്റ്റേജിലാണ് ഈ 4 ദിവസം പെണ്ണുങ്ങളുടെ ഓരോ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കും. ഞങ്ങൾക്ക് വരുന്ന പ്രഷർ, അതും കൂടാതെ ഇവരുടെ ഭീഷണികൾ ഓരോന്നും തരണം ചെയ്ത് ഇപ്പോഴും ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഈ സർക്കാരൊക്കെ എന്തിനാ ഇവിടെ? ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ഇവിടെ? എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. ഞാൻ ഇനി വോട്ടും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ആൾക്കാരെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ നേഴ്സും വോട്ട് ചെയ്യത്തില്ല. ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കി? ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ BJP, LDF, UDF ആരാണേലും ഉള്ളവരാരും തിരിഞ്ഞു നോക്കില്ല. നോക്കാൻ വന്നവരെ ഒട്ടും ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്.